ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുട്ട ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്, മുട്ടപ്പൊരി. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 2 മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്തിന് നിങ്ങൾക്ക് 2 മുട്ടയും ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും മുട്ട പൊരിച്ചത് കഴിക്കാത്തവരുണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു മുറി സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മുറി സവാള ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയാണ് ഇതിലേക്ക് വേണ്ടത്. തക്കാളി ചെറിയ അളവിൽ തക്കാളി ചേർത്ത് കൊടുത്താലും മതിയാകും. ഒരു അരമുറി പോലും വേണ്ട തക്കാളി, ഒരു 1/4 മുറി ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയാണ് വേണ്ടത്. മല്ലിയിലയുടെ അളവ് എത്ര കൂടിയാലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച്, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതാ ഒരു സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. ചോറിൻ്റെ അളവ് കൂടാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ചോറല്ലെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്താലും മതിയാകും. ലേശം കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്താലും മതി, ഒരു 2 സ്പൂണ്. അപ്പോൾ ഞാൻ ചോറ് നന്നായിട്ട് തന്നെ അരച്ച് ഒരു 3 സ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ചിക്കൻ മസാല പൗഡറാണ്. ചിക്കൻ മസാല പൗഡർ ഞാനൊരു 2 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 മുട്ടയിലേക്കുള്ള അളവാണ് ഞാനിപ്പോൾ ഈ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ചോറ് ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്താലും മതിയാകും. ഒരു സ്പൂൺ 2 സ്പൂൺ വരെ കഞ്ഞിവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതാ മുട്ടയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും അവിടെ ഇവിടെ ഇങ്ങനെ മുട്ടയായതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ ഇങ്ങനെ തിക്കായിട്ട് തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഉപ്പും അതുപോലെ ഈ പൊടികളൊന്നും എല്ലാ ഭാഗത്തും എത്തില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഒരു സെക്കൻഡ് 2 സെക്കൻഡ് തന്നെ നന്നായിട്ട് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിക്കുമ്പോഴും ഇളക്കി കൊടുത്ത് തന്നെ ഒന്നിങ്ങനെ അടിച്ചെടുത്തിട്ട് ചട്ടിയിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ നല്ല ഉപ്പൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉപ്പൊന്നും അവിടെ ഇവിടെ നിൽക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് തന്നെ നിങ്ങൾക്ക് ഗരം മസാല, അതുപോലെ തന്നെ കുരുമുളക് പൊടി, അങ്ങനെ നിങ്ങൾക്ക് വേണ്ട പൗഡറുകളെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. ചിലർക്ക് കുരുമുളക് പൊടി നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുരുമുളക് പൊടിയൊക്കെ നല്ല കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാനിതിലേക്ക് ഇനി വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതാ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മുടെ മുട്ടയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുക വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇനി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം ഒഴിച്ചെടുക്കുന്ന സമയത്ത് നന്നായി തീ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചെടുക്കുക. എല്ലാ ഭാഗത്തുനിന്ന് എത്താൻ വേണ്ടിയിട്ട് തന്നെ മുട്ട ഒന്ന് എല്ലാ ഭാഗത്തുനിന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിൽ കുറഞ്ഞ തീയിലിട്ടിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം അങ്ങനെ കിടക്കട്ടെ. നമ്മൾ പെട്ടെന്ന് തന്നെ മറിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ മുട്ട ആകെ പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ തീയിലിട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് വെന്ത് വന്നോന്ന് ശ്രദ്ധിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി അടിഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, മുകൾ ഭാഗം ഒന്നും വെന്ത് വന്നിട്ടില്ല. കുറച്ച് കട്ടിയിലാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മുകൾ ഭാഗം അങ്ങനെ പെട്ടെന്നൊന്നും വെന്ത് വരില്ല. ഒന്ന് മറിച്ചിട്ട് കൊടുത്താലേ ഈ ഒരു ഭാഗം വെന്ത് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പൊട്ടാത്ത രീതിയിൽ നമുക്കിതൊന്ന് മറിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കയ്യിലാണ് കേട്ടോ നമുക്ക് ഇതൊന്ന് മറിച്ചിടാനൊക്കെ നല്ലത്. സ്പൂണ് പോലത്തെ ഉള്ളതൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു മുട്ട പൊട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ചട്ടകം കൊണ്ടൊന്ന് മറിച്ചെടുക്കുന്നുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്ക് കുറച്ച് നേരം കൂടി ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിയൊന്നും ശരിക്കും വെന്ത് കിട്ടില്ല. അപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെ ഉള്ളിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉള്ളി അങ്ങനെ പച്ച കടിക്കുന്ന രീതിയിലൊന്നും അല്ല. അതുപോലെ മുട്ടയിലേക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ കൂടുതലായിട്ട് തന്നെ ടേസ്റ്റ് കിട്ടുക.
അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഈ ഭാഗവും മറ്റേ ഭാഗമൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒന്ന് നോക്കണ്ടോ മറ്റേ ഭാഗം വെന്തിട്ടുണ്ടോ എന്ന്. ഇതാ നന്നായിട്ട് തന്നെ വെന്ത് വേറിട്ട് വന്നിട്ടുണ്ട്. ചട്ടിയിൽ നിന്നൊക്കെ എല്ലാ ഭാഗത്തും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഉള്ളിൽ മസാലയോടൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു മുട്ട ഫ്രൈൻ്റെ റെസിപ്പി തന്നെയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്